പറവാങ്ങ ചേട്ടാ. ആടാ ശരവനെ, നീ കാര്യങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞിടത്തോളം ഇതാവൻ തന്നെ തട്ടും പറഞ്ഞ സാക്ഷി. ഞാൻ ടൗണിൽ കാണും. ഞാൻ എത്തിയേക്കാം. എന്താ ശരമോനെ, കുറെ എല്ലാം കണ്ടിട്ട് ഒന്ന് കാണാൻ തന്നെ വന്നതാണ്. വന്ന കാര്യം പറ. കാര്യം പറഞ്ഞിട്ട് അടിക്കടാ. ആർക്കാണ് തലക്ക് സ്ഥിരമില്ലാത്ത നിന്റെ? അതായിരുന്നു കാര്യം. ഇനി ആവർത്തിക്കില്ല. ആവർത്തിക്കണം. അതിനാ ഇത്. പേഷ്യന്റ് അനുപമ പാലക്കൻ, അസുഖം വരട്ട് ചോറി. പോവാശാനെ. എന്നാലും ആ ചൊറിമാന്തണ കൈകൊണ്ട് കറന്ന പാലാണല്ലോ കർത്താവേ ഇത്രയും നാള് നമ്മൾ കുടിച്ചത്. അതിന് ഇവിടെ പാല് വരുന്നത് ചന്ദ്രനാ, ചോറി അവക്കല്ലേ? എടവുള്ളേ, അതല്ലേ ആ രോഗത്തിന്റെ പ്രത്യേകത. വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മതി, എല്ലാവർക്കും പടരും. ഇവിടെ ബൂസ്റ്റ് കുടിക്കാൻ പറ്റുന്ന പരിഷ്കാരി ഉണ്ടല്ലോ, അവന്റെ കാല് മുഴുവൻ ഇതല്ലേ നമ്മൾ കണ്ടെക്കണ്. അയ്യോ, നമ്മളാ പാലൊക്കെ നിർത്തി ഇപ്പൊ കവറ് പാലാ കൊടുക്കുന്നത്. എന്നാലും വേണ്ട, ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. കട്ടങ്ങാപ്പി മതി. എനക്ക് സുലൈമാനി മതി. ആ തോറ്റാലും സാരില്ല, എന്നാൽ ഇമാതിരി നോണ പടച്ചു വിടുന്ന മരത്തലയിൽ ഇടുത്തി വീഴണേ ഭഗവാന്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഒരു പേ പോലും കയറാത്ത എന്റെ തല, ഒരു മുരി പോലും വിടാത്ത എന്റെ ഈ ശരീരം, അതിൽ വരട്ടുചൊറിയെന്ന് പറഞ്ഞാ കൈയും കെട്ടി നോക്കിക്കണോ? എനിക്കതല്ല, ഇനി പാലിന്റെ കച്ചവടം കുറയുമെന്നാണ്. നമുക്കേ നമ്മുടെ പാൽക്കുപ്പിന്ന് നിന്റെ പേരങ്ങ് മാറ്റിയാലോ? അപ്പൊ നാട്ടുകാർ ഉറപ്പിക്കലൂടെ എനിക്ക് ഒരു തലവേന വന്നാൽ തന്നെ ഡോക്ടറെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ കാര്യങ്ങൾ പോണേ. എന്റെ ജിജി, നീ ആ മോഡുലേഷൻ ഒന്ന് മാറ്റിപ്പിടി, കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആവ്. നിനക്ക് വട്ടില്ലെന്നാണ് ഈ പറയണത്. പിന്നെ എന്നാ വേണ്ടത്, നീ തന്നെ പറ. ചിരിക്കാണ്ട ഡയലോഗ് നോക്ക്. അല്ല, നീ എങ്ങനെ വേണമെന്ന് പറഞ്ഞതാ. എന്ത് മോഡ് വേണം? നീ ആദ്യം ചിരിയൊന്നും എടുത്ത് നീ ആ ഡയലോഗ് നോക്കിയേ. ഒരു തലവേദന വന്നാൽ തന്നെ ഡോക്ടറെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു തലവേദന വന്നാൽ തന്നെ ഡോക്ടറെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും. ഭ്രാന്ത് എന്ന് രണ്ടക്ഷരത്തിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ലത്. സംശയങ്ങൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ, അങ്ങനെ പല അവസ്ഥാന്തരങ്ങളുണ്ട് അതിന്. എന്തായാലും ഇത്തരൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് നന്നായി. ജിജി എന്ന പനിനീർപ്പൂവിനെ ഈ 10ാം വാർഡിൽ വിടരാൻ അനുവദിച്ചാൽ നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ മാനസിക ഉല്ലാസത്തിനായുള്ള പദ്ധതികളുടെ ഒരു മാലപ്പടക്കമായിരിക്കും ഇവിടെ പൊട്ടാൻ പോകുന്നത്. ഷെടാ, ഇവള് വീണടം വിഷ്ണുലോകമാക്കുന്നതിനോണല്ലോ. മറ്റവള് ഏതാണ്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം.